ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ. എന്നെ ആർക്കും അറിയാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഐ എം ദേവിക. ആർട്ട് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ചാനലായിരുന്നു ഗൈസ്. പക്ഷേ ഇപ്പോൾ ഇതിൽ മൊത്തം ഡെയിലി വ്ലോഗ്സ് ആണ്. പക്ഷേ ഞാൻ ക്രാഫ്റ്റ് വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇത് ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം. അപ്പോൾ ഇന്ന് എനിക്കൊന്ന് സ്കൂൾ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്സ് വാങ്ങണമായിരുന്നു. എനിക്കല്ല, ഇവളാരാണെന്ന് ചോദിച്ചാൽ ആ പുച്ഛം കണ്ടാലേ മനസ്സിലാവുന്നുണ്ടല്ലോ. വേറെ ആരുമല്ല, അനിയത്തിയാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി ബുക്സ് വാങ്ങാനായിട്ട് ചെന്നപ്പോഴാണ് അവിടെ ക്യാഷേ പറ്റുള്ളൂ, ജിപേ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ATM തപ്പി വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ തേടിയ വെളി കാലി ചുറ്റിയ പോലെ ഒരു പുള്ളി ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കും, ക്യാഷ് കയ്യിൽ കൊടുത്താൽ പുള്ളിക്ക് ജിപേ ചെയ്ത് തരുമോ. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ബുക്കുകളെല്ലാം വാരിപ്പുറക്കി ബാഗിലിട്ട് ഞങ്ങൾ നേരെ അങ്ങ് നടന്നു. അങ്ങനെ നടന്ന് വെളിയെത്തിയപ്പോഴാണ് അവള് പറയുന്നത്, ഈ പള്ളി വരെ ഒന്ന് കയറിയിട്ട്. ഞാനവിടെ ആദ്യമായിട്ട് ഇരുന്നതുകൊണ്ട് പിന്നെ ഞാൻ അവളുടെ പുറകെ അങ്ങനെ പള്ളിയിലൊക്കെ കയറി ഞങ്ങൾ മനസ്സ് തുറന്നങ്ങ് പ്രാർത്ഥിച്ചു. ഫ്രണ്ടിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴത്തേനും പറഞ്ഞ് ഞങ്ങളങ്ങ് ഫോട്ടോ. അങ്ങനെ കുറച്ച് നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഒരു ചിപ്സ് കട കണ്ടു. പിന്നെ അവിടെ നിന്ന് ഒരു ചിപ്സും വാങ്ങി. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നപ്പോഴാണ് വേറൊരു സംഭവം കണ്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഞാൻ ആ പോകുന്ന KSRTC കണ്ടിട്ടുള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല, ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേനും അവൾക്ക് വല്ലാത്ത ദാഹം, കൂടെ എനിക്ക്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അടുത്ത ദിവസം കയറാന്ന് പറഞ്ഞ് വെച്ചിരുന്ന കടയിലോട്ട് എനിക്ക് കടയുടെ പേര് കാണിച്ചു തരികയാണ്. തൽക്കാലത്തേന് 2 ഷേക്കിൽ ഒതുക്കി അവളെ വലിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നു. ഇനി അവിടെ നിന്ന് അവൾക്ക് വീണ്ടും വിശക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് അടുത്ത ബസ്സിൽ കയറി നേരെ വീട്ടിലേക്ക്. അങ്ങനെ ബസ്സിൽ കയറിയിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. ഞാനെന്തോ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തില്ലെന്നോ, ഞാൻ എന്തോ എച്ചിയാന്നോ, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇരുന്ന് പറയുന്നത്. അങ്ങനെ അവിടെ വന്ന് നിന്ന് എന്നെ കുറ്റം പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.